സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഒഴുകുകയാണ്. എനിക്കും ഒരുപാട് സന്ദേശങ്ങൾ കിട്ടുന്നുണ്ട്. സന്ദേശം അയക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 നന്ദി. ഒരു സാമ്രാജ്യത്വ ശക്തിയെ നമ്മുടെ ഭാരതത്തിൽ നിന്ന് തുരത്തിയോടിച്ച് നമുക്ക് നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാക്കളെ ഒരിക്കൽ കൂടി ഓർക്കുന്ന നേരം. പക്ഷേ ഇവിടെ ഞാൻ ഒരു ചോദ്യം ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അരികിൽ മരിച്ചു കിടക്കുന്ന ഒരാളെ പോലും തിരിഞ്ഞു നോക്കാൻ നേരമില്ലാത്ത നമുക്ക് എവിടെയാണ് അന്ന് നമ്മൾ ഇതുവരെ കാണാത്ത, പക്ഷേ നമുക്ക് വേണ്ടി പടപൊരുതിയ ആ സേനാനികളെ ഓർക്കുവാൻ നേരം? ഞാനിത് പറയുവാൻ കാരണം ഇന്നലെ ടെലിവിഷനിൽ കണ്ട ഒരു ദൃശ്യത്തെ അനുസ്മരിച്ചുകൊണ്ടാണ്. ഭാരതത്തിന്റെ തലസ്ഥാന നഗരിയിലെ തെരുവിലൂടെ ഒരാൾ നടന്നു പോകുന്നു. അയാളെ ഒരു വാഹനം വന്നിടിക്കുന്നു. വാഹനം തൊട്ടപ്പുറത്ത് നിർത്തുന്നു. ഡ്രൈവർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വാഹനത്തിന് എന്തെങ്കിലും പരിക്കുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞതിന് ശേഷം വാഹനം ഓടിച്ച് പോകുന്നു. അതേസമയം ഇയാൾ ഇവിടെ മരിച്ചു കിടക്കുകയാണ്. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നത് കണ്ട് ഒരു നാൽക്കാലി മരിച്ചു കിടക്കുന്ന പരിഗണന പോലും നൽകാതെ 2 കാലുള്ള മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഒരാൾ വന്നതിന് ശേഷം അയാളുടെ മൊബൈൽ കൈക്കലാക്കി കടന്നു കളയുന്നു. ഈ ഭൂമിയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന സമയം. ഓരോ ഭാരതീയനും ലജ്ജിച്ച് തല താഴ്ത്തിയ നിമിഷം. യഥാർത്ഥത്തിൽ നമ്മൾ സന്ദേശം അയക്കേണ്ടത് നമ്മുടെ ഇരുളടഞ്ഞ മനസ്സിലേക്ക് തന്നെയല്ലേ? ലക്ഷക്കണക്കിന് ആളുകൾ പടവെട്ടി നേടിത്തന്ന സ്വാതന്ത്ര്യം ഇതിനു വേണ്ടിയായിരുന്നു. മീററ്റിലെ കലാപഭൂമിയിലൂടെയും ജാലിയൻ വാലാബാഗിന്റെ മതിൽക്കെട്ടിനകത്തുകൂടെയും നടക്കുമ്പോൾ ആരുടെയൊക്കെ നെഞ്ചുകീറി കടന്നുപോയ ചുമരിലെ വെടിത്തുളകൾ ഇപ്പോഴും നമ്മളെ തുറച്ചു നോക്കുന്നുണ്ട്. അത് നമ്മൾ മറക്കരുത്. തീർച്ചയായും നമ്മുടെ മനസ്സിന്റെ അന്ധത മാറ്റേണ്ടത് നമ്മുടെ ചുമതലയാണ്. പഞ്ചതന്ത്രത്തിൽ മനോഹരമായ ഒരു കഥയുണ്ട്. ഒരു അന്ധനും ഒരു മുടന്തനും ഘോരമായ ഒരു വനത്തിൽപ്പെട്ടു. ആ വനത്തിന് തീ പിടിച്ചു വരികയായിരുന്നു. മുടന്തൻ പറഞ്ഞു, തീ അടുത്തു വരുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഓടാനാവില്ലല്ലോ എന്ന്. അന്ധൻ പറഞ്ഞു, ചൂട് എനിക്കും അനുഭവപ്പെടുന്നുണ്ട്, പക്ഷേ എങ്ങോട്ട് ഓടണമെന്ന് എനിക്ക് കാണാനാവില്ലല്ലോ എന്ന്. അന്ധൻ ഉടനെ പറഞ്ഞു, നീ എന്റെ തോളിലേക്ക് കയറ്, നമുക്ക് 2 പേർക്കും ചേർന്ന് ഒരു ശരീരമാവാം. അങ്ങനെ മുടന്തൻ ദിശ പറഞ്ഞു കൊടുത്തു. അന്ധൻ ഓടി, 2 പേരും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് കഥ. തീർച്ചയായും നമ്മൾ നമ്മുടെ കണ്ണ് തുറക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചുറ്റും ഒരുപാട് നടക്കാനാവാത്ത ആളുകളുണ്ട്. ആ ആളുകളെ ചുമലിലേറ്റേണ്ടത് നമ്മുടെ ചുമതലയാണ്. കണ്ണ് തുറന്ന് കാഴ്ചയോടുകൂടി നമുക്ക് അവരെ രക്ഷപ്പെടുത്താം. മനസ്സിന്റെ കണ്ണ് നമുക്ക് തുറക്കാം. നമ്മുടെ കാതുകളിലൂടെ നമുക്ക് കേൾക്കാം. ഹൃദയം കൊണ്ട് നമുക്ക് അവരെ സ്വീകരിക്കാം. അതാവട്ടെ ഈ സ്വാതന്ത്ര്യദിനത്തിന്റെ സന്ദേശം.